നടിയെ ആക്രമിച്ചത് പൾസർ സുനിയാണ്. പക്ഷേ അത് ചെയ്യിപ്പിച്ചത് നടൻ ദിലീപും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുകയാണ് അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി.ബി. മിനി. ഒരു തെറ്റ് ചെയ്ത ദിലീപ് ഇപ്പോൾ അത് മറയ്ക്കാനായി നിരവധി തെറ്റുകൾ ചെയ്തു കൂട്ടുന്നു. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മെമ്മറി കാർഡ്. വീഡിയോ പകർത്തിയ ഫോൺ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച ആ കുട്ടിയെ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന ക്രൂരതയാണ് പ്രതികൾ ചെയ്തിരിക്കുന്നത്. ആ ഫോൺ വക്കീലന്മാർ കൊടുത്തില്ല. നശിപ്പിച്ചുവെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഭാഗ്യമെന്നേ പറയേണ്ടു. ആലുവയിലെ 2 അഭിഭാഷകർ അവരുടെ പ്രൊഫഷണൽ എത്തിക്സ് വിചാരിച്ച് മെമ്മറി കാർഡ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ആ മെമ്മറി കാർഡാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏക തെളിവെന്നും അതിജീവിതയുടെ അഭിഭാഷക പറയുന്നു. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്ന സമയത്ത് അതിജീവിതയ്ക്ക് വേണ്ടി ഒരൊറ്റ അഭിഭാഷകരും കേസ് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇവിടുത്തെ കൊലകൊമ്പന്മാരെ ക്രിമിനൽ ലോയേഴ്സ് എല്ലാം തന്നെ പ്രതിയുടെ അഡ്വക്കേറ്റിന്റെ സെറ്റിംഗ്സിലായിരുന്നു. ഭീഷണിയേക്കാൾ ഭയങ്കര രസം ബ്ലാക്ക് മാജിക് ചെയ്യുന്നതാണ്. അതായത് പ്രതിയുടെ ആൾക്കാർ മുഴുവൻ ബ്ലാക്ക് മാജിക്കിൻ്റെയും ചാത്തൻ സേവയുടെയും ആൾക്കാരാണ്. ഇവർ പൂജ ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലെ ആളുകൾ ഞങ്ങളെ വിളിച്ചു പറയും നിവർത്തികേട് കൊണ്ടാണ് ചെയ്യുന്നതെന്നും അവർ പറയും. ഒരു തെറ്റ് ചെയ്ത ദിലീപ് ഇപ്പോൾ പല തെറ്റ് തന്നെ ചെയ്യുകയാണ്. ഈ കുട്ടി ചെയ്യുന്ന യുദ്ധത്തിന് നമ്മൾ അവളെ നമസ്കരിക്കണം. 5 വർഷം അവൾ ട്രോമയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ അവൾ വളരെ ഹാപ്പി ആയിരിക്കുകയാണ്. അതുതന്നെയാണ് അവളെ പിന്തുണയ്ക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹം. ഈ കേസ് എടുത്തപ്പോൾ ഞാൻ അവളോട് ചോദിച്ചിരുന്നു, പാതി വഴിയിൽ ഇട്ടിട്ട് പോകുമോ എന്ന്, സെറ്റിൽമെന്റ് ഉണ്ടാക്കുമോ എന്നൊക്കെ. അവൾക്ക് എത്ര കോടി കൊടുക്കാനും അവൻ തയ്യാറായിരുന്നല്ലോ. ഇതാണ് അഭിഭാഷക പറയുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ ഏപ്രിൽ 13-നായിരുന്നു അവസാനമായിട്ട് അതിജീവിത കോടതിയിൽ ഹാജരായത്. തന്റെ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് 3 കോടതികളിൽ നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിലാണ് കോടതി ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത തന്നെ രംഗത്തെത്തിയതും തന്റെ സ്വകാര്യത ഈ കോടതിയിൽ സുരക്ഷിതമല്ല എന്ന അറിവ് പേടിപ്പെടുത്തുന്നത് എന്നാണ് നടി സമൂഹ മാധ്യമത്തിൽ തന്നെ പങ്കുവച്ചത്. ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് കോട്ട കെട്ടി കരുത്തു പകരേണ്ട കോടതിയിൽ നിന്നാണ് ഇത്തരം ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരുമാണ്. ഇത് സങ്കടകരമാണ്. സ്വകാര്യ എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിയിലിരുന്ന് ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ തനിക്ക് നിഷേധിക്കപ്പെട്ടത് ഭരണഘടന ഉറപ്പു നൽകിയ അവകാശമാണെന്നായിരുന്നു അതിജീവിത ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസത്തോടെ ഓരോ ഇന്ത്യൻ പൗരന്റെയും അവസാനത്തെ അത്താണിയായ നീതിന്യായ വ്യവസ്ഥയുടെ വിശുദ്ധി തകരില്ല എന്ന പ്രത്യാശ കൂടെ യാത്ര തുടരുക തന്നെ ചെയ്യുമെന്നാണ് നടി ഇക്കഴിഞ്ഞ നാളിൽ വ്യക്തമാക്കിയത്. അതുമാത്രമല്ല, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിലൂടെ സ്വകാര്യത കോടതിയിൽ പോലും നിഷേധിക്കപ്പെട്ടു. കോടതിയിൽ നിന്ന് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ്. സത്യസന്ധന്മാരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ താൻ വിശ്വസിക്കുന്നു എന്നാണ് സമൂഹ മാധ്യമത്തിൽ അതിജീവിത എഴുതിയ കുറിപ്പും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.